മമ്മ നടന്ന് കൊഞ്ഞു. എന്താ മമ്മ എന്താ പറഞ്ഞേ? കയറ്റം കൂടിയാണ്. ഇത്രയും കാലമില്ലാത്തൊരു കയറ്റം ഇപ്പൊന്ന് ഇല്ലേ മമ്മ? നിങ്ങൾ നോക്കി നിങ്ങള് ഈ ഒരു കാണാനുള്ള ഭംഗി രസം ഉണ്ടല്ലോ നമ്മളിപ്പോൾ നിൽക്കണോടത്തൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രൈവസിയും കാര്യങ്ങളും നോക്കി ഇങ്ങനെ കൂക്കിയാൽ പോലും അപ്പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് കൂക്കാനുണ്ടാവില്ല. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയോ, അത് വേറെ സുഖം തന്നെയാണ് ഗൈസ്. ഉള്ളിലൊക്കെ ഇതൊക്കെ എന്താ? ബാത്റൂമിന്റെ അവസ്ഥ എന്താ? ഇതെന്താ? പന്നിയാളെ പന്നി കയറിയിരിക്കണ് ഗൈസ്. കുത്തിമറിച്ചിട്ട് പോയിക്കണ്. ആൾ താമസം ഇല്ലാത്തോണ്ടേ പന്നിയാളിത് ഓലെ സങ്കേതാക്കി മാറ്റിയിരിക്കണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് ഇപ്പോൾ കണ്ടോ നല്ലൊരു അടിപൊളി മഴ പെയ്താണ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചുറ്റിനൊക്കെ നോക്കിയാൽ നല്ലൊരു മഴ തന്നെ. കാരണം നമ്മൾ വീടെടുക്കാൻ വിചാരിച്ചപ്പോൾ നമ്മൾ രാവിലെ വിചാരിച്ചപ്പോൾ മഴ ചെയ്തു. അതിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മഴ ചോർന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേന് പിന്നെ പിന്നെയും മഴ ചെയ്തു. പിന്നെ ഇപ്പോൾ ഒന്ന് പെയ്തിട്ട് പിന്നെയും തുറന്ന് കാണാം. ആ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കണേ അല്ലേ? എന്താ നമ്മൾ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളെ തറവാട്ട് പോകണം, കത്തില കൊണ്ടുവരണം, അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അത് മാത്രമൊന്നല്ല, നമുക്ക് ആപ്പാപ്പാനോടെ പോവാണ്ട്. ആപ്പാപ്പ അവിടെ വന്നാണ്ട് ചീത്ത അറിയണ്ട്, കച്ചറ ഉണ്ടാക്കണ്ട അവിടെ വന്നിട്ട്. അതായത് മമ്മാനെ കാണാൻ പൂതിയുണ്ട് പറഞ്ഞിട്ട് കാണാൻ പോണ്ടേ? പിന്നെ പോണ്ടായിരുന്നു, ഞാൻ രാവിലെ തൊട്ട് പറയാൻ തുടങ്ങി. ആപ്പാപ്പ ഗൈസ് അവിടെ ചികിത്സക്കൊക്കെ പോയാണ്ട് ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് മമ്മാനെ കാണണം എന്നൊക്കെ പറഞ്ഞു നിൽക്കണം. ആപ്പാപ്പക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ, ചെക്കന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും തറവാട്ടിലും പോകണം, പിന്നെ അപ്പാപ്പാൻ്റെ അവിടെയും കൂടിയും പോകണം, ഒക്കെ ചെയ്യും വേണം അല്ലേ അമ്മ? അപ്പാപ്പാനെ കണ്ടിട്ട് ഏകദേശം അത്യാവശ്യം കിട്ടും, ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോകണ്ട്. എങ്ങനെ അപ്പാപ്പാനെ അമ്മായിനെയും ഒക്കെ കണ്ടിട്ട്. പിന്നെ ഗൈസ് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കൂ ഗൈസ്. ആ കാണാൻ കണ്ടോ? ആ കാണാൻ മുതലൊക്കെ അല്ലേ? അതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞമ്മളതാണെന്ന്. പക്ഷെ അതൊന്നും ഞമ്മളതല്ല. ആണ്ടോ അതാക്കണേ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കുറച്ച് മുതലാണ്. ഇതൊക്കെ ഞമ്മളതാണെന്ന് വിചാരിച്ചോളൂ. കാണുമ്പോ എല്ലാം ഞമ്മളെ തന്നെയാണ്. പക്ഷെ അവിടെ ആക്കണ ഗൈസ് കുറച്ച് തേങ്ങൊക്കെ. സംഭവം വലിയ പെരുണ്ട്, വലിയ സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട് ഞങ്ങക്ക്. പക്ഷെ അതൊന്നും ഞമ്മളതല്ല. തൊണ്ടൊക്കെ എന്താ പറയാ പറ്റി? എന്റെ തൊണ്ടക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ സൗണ്ടിന്? എന്താ അറിയോ, മഴ കൊണ്ടിട്ടല്ല മിഞ്ഞാനത്തെ പോർച്ചുഗലിന്റെ കളി കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് കളി കാണാൻ പോയിട്ട് റൊണാൾഡോ 2 ഗോൾ ഇട്ടു, മനസ്സിലായോ? ബാക്കി 3 അല്ലാത്ത വേറെ ചാൻസ്, 3 ചാൻസ് അല്ലാതെയും കിട്ടി. അതൊക്കെ ഗോളാണെന്നുണ്ടെങ്കിൽ സീന് സാധനമാണ്. അവിടെ കടന്ന് ഒച്ചയും മുളി ഉണ്ടാക്കിയിട്ട് ഗൈസിന്റെ സൗണ്ട് ഒക്കെ പോയി. അങ്ങനെ ഇപ്പൊ കുറച്ച് സൗണ്ട് ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വർത്താനൊക്കെ പറയുന്നത് അല്ലേ? ഇനി കഴിച്ച് ഞങ്ങളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പാപ്പാനോട് പോകണം, നേരെ അപ്പാപ്പാനോട് പോകണം. കാരണം ഇനി പാക്കണം അടുത്ത മഴ ആക്കണ പെയ്യണാക്കണടാ. നല്ല മഴ പെയ്യാൻ ചാൻസ് പോവുക. അപ്പാപ്പാനെ കാണാൻ അത്രക്കും പൂതി എനിക്കുണ്ട്. കാരണം ഉമ്മ കണ്ടിട്ട് കുറേ ദിവസമായി, ഞങ്ങളെല്ലാവരും കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ അങ്ങോട്ട് പോകണം, എന്തായാലും പോകണം, നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങാൻ നോക്കുകയാണ്. നീ പോവല്ലേ? പോവുക. പിന്നെ ഗൈസ് വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളെ പേരിൽ വേറൊരാളും കൂടി വന്നിന്. അതായത് സിംഗത്തിനെ കണ്ടിക്കണ നിങ്ങള്? അതായത് തമിഴ് നടൻ സിംഗം ഇതാക്കണേ, ഇതാ നിൽക്കണേ. അതാരാ? കണ്ടോ? അത് മറ്റേ മാസത്തെ മുടിക്കെട്ടും. പിന്നെ കണ്ടോ താടിയൊക്കെ നോക്കിയാൽ വിമാനല്ലേ ഹെലികോപ്റ്റർ. ഗൈസ് നമ്മള് ലക്ഷറി ആയി ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. നമ്മളെ മുറ്റത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങിക്കാണ്. അതിന്റെ ജീരക മുട്ടായി ഞങ്ങൾ തിന്നു, ബാക്കി ഞങ്ങളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് ഉമ്മ ആരും കണ്ടിട്ടില്ലല്ലോ. അത് കാണുന്നുണ്ടെങ്കിൽ രാത്രി പുറത്തേക്ക് ഇറങ്ങണം. ബാ അനു ഓർഡർ ചെയ്താണ് കേട്ടോ. സ്വകാര്യാണല്ലോ, നിങ്ങളതൊക്കെ സ്വകാര്യാണല്ലോ. ഞങ്ങളെ പിന്നെ കാണിച്ചു തരുള്ളൂ. ഇത് സ്വകാര്യൊന്നല്ല, അത് രാത്രി 3 മുറ്റത്തേക്ക് ഇറങ്ങി അത് കാണും. അത് എന്താന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടിക്കോ നിങ്ങൾ രണ്ടാളും? അത് ഈ പെരക്കാര് തന്നല്ല. ഇന്നലെ അണ്ടിക്ക് വെളിച്ചം കണ്ടിയാന് ഞാനിത് എന്താണ് അതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്നലെ കണ്ടു. അപ്പൊ നിങ്ങളോട് ചോദിച്ചാണ് ആദ്യം വണ്ടി വരുമ്പോൾ വിളിച്ചാണ്. വണ്ടി പോയിട്ട് വിളിച്ചാൽ കണ്ടു. ഞാൻ കൊറേ നേരം നോക്കിയിരുന്നു. ഇതെന്താ അറിയോ ഇത് നമ്മളെ സോളാർ ലൈറ്റ് ആണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. അമ്മ തട്ടം തരി. അതാ അത് അല്ല വെളിച്ചം കിട്ടണല്ലേ ലേസം. ഇത് നോക്കട്ടെ, ഇതൊക്കെ വെളിച്ചം കിട്ടാത്തോടത്ത് ഈ മൊയന്തം വെച്ചിക്കണ്. ഈ മരം വെട്ടണേ നമുക്ക്. ഇത് കത്തുണ്ടോ കേട്ടോ?
അത് കത്തുണ്ട് കണ്ടോ കണ്ടോ ഇത് ഗൈസ് നേരെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇത് ലൈറ്റ് കത്തും ആടാ ഇവിടെ പൊത്തി പിടിച്ചാൽ മതി ഇത് കണ്ടോ ഇന്നലെ കണ്ടേ ഞാൻ ഇന്നലെ കണ്ടു വിളിച്ചേ അപ്പൊ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ വിളിച്ചുണ്ട് ഇവിടുന്ന് വണ്ടി അല്ല വണ്ടി പോയി കഴിഞ്ഞിട്ട് വിളിച്ചുണ്ട് അപ്പൊ ഞാൻ എന്നിപ്പോ ഒരു കാണലുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ഞാൻ കാണൽ തുടങ്ങി ഞാൻ കൊറേ ഏറെ നേരം അവിടെ ഇരിക്കുവേ എന്താ കഴിച്ച് നമുക്ക് ഈ റോട്ട് നമുക്ക് വെളിച്ചല്ല പിന്നെ വെളിച്ചം പിന്നെ ആ പോസ്റ്റും ഉണ്ട് എന്നാലും നമ്മൾ ഇങ്ങോട്ടാണ് കയറുമ്പോഴേ ഇപ്പൊ ഇന്നലെയും പാട് അനു നല്ലൊരു മൂർക്കം പാമ്പിനെ അല്ലല്ലേ അണലി പോലത്തെ ഒരു സാധനത്തിനെ കണ്ടിട്ടുള്ളൂ അതിന് ഞങ്ങള് വലിയ പാമ്പ് കുറച്ച് വലിപ്പുണ്ട് ഏകദേശം ഒരു മീറ്റർ നീളാണ്ട് 1 മീറ്റർ എത്രക്ക് ഉണ്ടാവും കാണിച്ചു കൊടുത്താണ് ആൾക്കാർക്ക് 1 മീറ്റർ ഇത്ര ഉണ്ടാവില്ലേ ഇത്ര കുറച്ചുകൂടി 2 ഗജ് കൂടി ഞാൻ ബാക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാണ് നീ വിളിച്ചല്ലേ പോയത് കേട്ടോ അതെ പോർച്ചലിന്റെ കളിയല്ലേയോ അപ്പൊ ഞാൻ ഇവിടെ കടന്നാണ്ട് ജെയ്സി തപ്പാണ് ജെയ്സി തപ്പിയിട്ട് ജെയ്സി കാണില്ല അതിൽ ഞാൻ വാർപ്പിന്റെ മുകളിൽ ഉണക്കാട്ടിക്കണ വിചാരിച്ചാൽ വേണ്ടി അവിടെ വിചാരിച്ചിരിച്ചാണ് ഞാൻ എന്ത് ചെയ്തു നട്ടപ്പാതിലേക്ക് പോയി ഇറങ്ങി പോകുകയാണ് അപ്പൊ ഞാൻ ബാക്ക് കൂടെ ചെന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റും കൊണ്ടാ പോണേ ഒന്നാലോചിക്കാൻ ഞാൻ ലൈറ്റ് ഇല്ലാതെ പോണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനിട്ട് ചവിട്ടീനി കാരണം നേരെ അടിയില്ലേ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഇപ്പൊ എന്തൊരു വടി വാങ്ങിക്കൊരു സാധനം കിടക്കണുണ്ടോ അതിൽ നോക്കിയപ്പോഴാണ് ഈ പാമ്പ് സീന് കൈസ് വലുത് ഞാൻ വലിയ വെള്ളിക്കട്ടനെ കാണണേ എന്നെ നമുക്ക് നേരെ വിടല്ലേ ഗൈസ് നമ്മൾ നേരെ ഇനി പോകാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ ഇതാക്കണം പാപ്പാന്റെ പേരിന്റെ മുമ്പിലെത്തി ഇവിടെ നോക്കി ഞങ്ങള് ആകെ മാറി ഇല്ലേ ഞങ്ങള് ഗൈസ് വന്ന് ഇതെന്തത് എന്തെങ്കിലും കാട്ടി എന്താ ആണോ ഇലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ കൂടുതൽ വിശേഷം നമുക്ക് ഉള്ളിന്ന് പറയാം പുറത്തത്തെ കാഴ്ച എന്തായാലും കണ്ടോളി ഗൈസ് വാ ഉള്ളിൽ കയറാം വരി എന്താ അവിടെ മമ്മ വരി അപ്പാപ്പാന്റെ വരിക്കാണ് വന്നത് അപ്പാപ്പാനെ കാണാൻ പറഞ്ഞു തരുന്നിട്ട് ഗൈസ് നമ്മളെ കാറ് വെച്ചിട്ട് നോക്കിയാ ഷെഫീഖ് അൽ പ്രോ റൈഡർ കേട്ടോ പാർക്കൊക്കെ ചെയ്തിരുന്ന സ്ഥലം നോക്കിയാ പൗതി റോട്ടിലും പൗതി പരിയിലും സ്പേസ് ഇല്ല കേട്ടോ അല്ലാതെ വേറെ വെക്കാനില്ല സ്പേസ് ഇല്ല ഓ ഗൈസ് നീല കളറിലാക്കി നടക്കണം ആ ഭാഗം കേട്ടോ ഈ ഭാഗത്തൊക്കെ ആക്കണ കറുത്ത് കിടക്കണം ആണോ സോറി ഇമ്മമ്മ അവിടെ ചെന്ന് നല്ല വർത്താനാക്കിയാലോ നമുക്ക് ആ പാപ്പാനെ കാണാം നീച്ച നടക്കണേ അപ്പാടെ ഉറങ്ങിപ്പോ നീച്ച ആണോ ചായ കുടിച്ചിനോ ആണോ കുട്ടികൾ കാണാൻ പോലെയായിരുന്നു കീബോർഡൊക്കെയാണ് ഈ ബുദ്ധിക്കാണല്ലോ നല്ല മാറ്റണ്ടല്ലേ നല്ല മാറ്റണ്ട് ഇതൊക്കെ ഗൈസ് കേട്ടോ ആ പാപ്പാന്റെ കൈയൊക്കെ ഉണ്ടോ അപ്പൊ പിടിച്ചാ കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര ടൈറ്റ് ആണ് കല്ല് വായിക്കുന്നില്ല ആ പാപ്പാന്റെ കൈയൊക്കെ കയ്യും അതേപോലെ പെടലിന്റെ ഈ ഭാഗം കണ്ടോ ഇവിടെ ആദ്യം കല്ല് വായിക്കുന്നില്ല ഇപ്പൊ ഇവിടെ പിടിച്ചാൻ കിട്ടുന്നുണ്ട് ആദ്യം തിരൂരല്ലേ ബെല്ലം വെച്ചിട്ടാണ് അങ്ങനെ തിരിച്ചാ മതിയേ നല്ല മാറ്റല്ലേ അല്ല ഇനിയിപ്പോ എന്താ ചെല്ലാൻ പറഞ്ഞേ 21 ദിവസം കഴിഞ്ഞിട്ടോ തൈലം തേച്ചു കൊടുക്കേ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കഴിച്ച് നമ്മൾ ഇതാക്കണ് അപ്പാപ്പാന്റെ പേരിന്ന് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇമ്മ അതിന്റെ അടിയിൽ കൂടെ പോയാണ്ട് ചോറ കഴിച്ചിട്ടുണ്ട് മമ്മ നമ്മളോടൊന്നും പറഞ്ഞില്ല ഞാൻ നോക്കിയപ്പോ അടുക്കളയിൽ പോയാണ് നല്ല തീറ്റാണ് എന്തൊക്കെയാണ് അതിന് അയില മീൻകറി മട്ടൻ കറി പേരി അയില പൊരിച്ചിക്ക കറി കറി നല്ല രസമുണ്ട് ഒറ്റക്കറി നല്ല രസമുണ്ട് ചോറ് വാണി തിന്ന് പോയി കറിയുണ്ട് മമ്മ ഞാൻ അതെ ഗൈസ് ആപ്പാപ്പാന്റെ റിസൾട്ട് ഇന്നലെ ഇവര് വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ഇട്ടിക്കണ പോലെ അത് അടിപൊളി സാധനം അതായത് ആപ്പാപ്പയിൽ ഓടുക ഞാൻ എന്റെ ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതൊന്നും ഇതിൽ ആഡ് ചെയ്തിടാം ഞങ്ങള് അതിനെ ഇവിടെ വീഡിയോസിൽ ഇട്ടിക്കണം അതും കൂടി എല്ലാവരും ചെന്ന് നോക്കി നോക്കി അതിൽ കറക്റ്റ് കാണാം ഉമ്മ ഓടുക അപ്പാപ്പ ഓടുക
അപ്പൊ ഷെഫീക്ക് ഓടുക. എന്റെ കുട്ടി ഓടുന്ന നടക്കണൊക്കെ കാണട്ടോ അപ്പേ അതിനെ പറഞ്ഞു കാരണം നമ്മക്ക് തന്നെ അത്ഭുതമാണ് ഇപ്പൊ അങ്ങനെ നടക്കണുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോ അപ്പാപ്പ അവിടെ കടക്കാണ് എന്നാലൊക്കെ പറ്റ ചെയ്തിട്ട് അങ്ങനെ കടന്നിക്കല്ലേ നീച്ചാൻ പോയിക്കൂലേ ആ ആളൊക്കെ ഓടണേ ആണ് അത്രക്കും റിസൾട്ട് ഉണ്ടല്ലേ. പിന്നെ ഞങ്ങളോട് കുറെ ആൾക്കാർ ചോദിച്ചിനി എവിടെയാണ് എന്താ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പാന്റെ മാറി കഴിഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമാണ്. അപ്പൊ ഇപ്പാനെ മാറി ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ട എവിടെയാണ് എന്താ ഇതാന്ന് പറഞ്ഞിട്ട്. കാരണം ഇങ്ങനത്തെ അസുഖമല്ലോർക്ക് എത്രത്തോളം അടങ്ങേറാവുന്ന ഞങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ആളക്കായാണ് കുടുംബത്തിന് ആള് ഇപ്പൊ കിടക്കുക ഒരു കുട്ടിയാണെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുക. ഒരു വലിയൊരു മനുഷ്യനെ എന്താ കാട്ടുക? ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ കഴിച്ചോ? കെട്ടിച്ചോർത്തൊന്നും നമുക്ക് നിൽക്കാൻ ഒഴിവുണ്ടാവില്ല. ഇപ്പൊ വീണിക്കണ് ഷെഫീക്കും ഇല്ലല്ലോ. ഇപ്പൊ വീണിക്കണ് വേഗം രാത്രി ആയാലും വേണ്ടില്ല രാവിലെ ആയാലും വേണ്ടില്ല. നമ്മൾ ആണുങ്ങളെ സ്ഥലത്ത് നിന്നിട്ട് മാപ്പിളാരാണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ മോണ്ടനൊക്കെയാണ് പിന്നെ നിങ്ങളൊക്കെ ഉണ്ടാവും നട്ടപാതിരാക്ക് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോക്ക്. ഇപ്പോഴാണ് ഈ 2-3 മാസം കൊണ്ട് ഇതൊന്നും നിന്ന്. ഏതായാലും അതേപോലെ എല്ലാം ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ അവിടെ കറന്നിട്ടുള്ളൂ. ഒന്ന് പോയി പോകുന്നത് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തോണ്ട് വരികയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം അപ്പാപ്പാനെ കാണാൻ വേണ്ടിട്ടാണ്. ഒന്നാം ദിവസം മുതൽ പറയുന്നുണ്ട് പോവാ 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 പോവാ. അതിനെ ഒച്ചമ്പളി ഉണ്ടാക്കണ്ടേ അപ്പാപ്പേ കാണാൻ ആണോ നിങ്ങള് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് വരാൻ മുതൽ തുടങ്ങിയ കാണാൻ രണ്ടൊക്കെ അങ്ങോട്ടുണ്ട്. ഒരു മാസമായിട്ട് അതിലെ കണ്ടിട്ടില്ലേ? ആ അതാണേ അതുമല്ല നടക്കണ കാട്ടി കൊടുക്കാനും ബാക്കി അതിന്റെ കുട്ടിയെ കിടക്കണ എന്റെ കണ്ണിന് കണ്ടു. പഠിച്ചവനെ അല്ലെന്തുമില്ല പഠിച്ചവന് സ്തുതി. എന്റെ കുട്ടിയെ നടത്തി നാളെ പോകാറുണ്ട്. നമ്മള് കൊണ്ടുവരാൻ പോകുമ്പോഴും നമ്മളിപ്പോ ഉമ്മ ഫോൺ വിളിച്ചിട്ടില്ലതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മള് അതിൽ എന്താ ഒറ്റക്ക് നീച്ച് നടന്ന തന്നെ അങ്ങനെ കണ്ണ് കാണാൻ എന്തോ ഒരു നിധി ആതിരിയാണ് ഇപ്പൊ നമ്മക്ക് ഇതിന് വലിയ നിധി എന്താണ്? അതിനാണ് നമ്മളെന്നെ അന്തം മുട്ടും. കാരണം അത്രക്കും നല്ല മാറ്റം വരുന്നുണ്ട്. ആദ്യം ആപ്പാപ്പാന്റെ കൈയാണെന്നുണ്ടെങ്കിലും കാലാണെന്നുണ്ടെങ്കിലും കഴുത്തിന്റെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാണ്. ആപ്പാപ്പ ഇങ്ങനെ തല തിരിച്ചാൻ വയ്ക്കൂല. ഒരു ദിവസം ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ ഇപ്പൊ ചവിട്ടിയ കാലൊക്കെ ഉണ്ടല്ലേ നമ്മളത് ചതയാന്നല്ലാതെ ഭയങ്കര വേദന. ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ കാര്യമല്ല. ഞാൻ പിടിച്ചാൽ അമ്മ അങ്ങക്ക് വെക്കൂല അറിയാണ്. എന്നാലും കാണാൻ പേടിയാണ്. അന്നൊക്കെ നമ്മള് മേത്തക്ക് കൊയിഞ്ഞാടിയാല് നമ്മളത് കഴിഞ്ഞു. ഇപ്പൊ ഷെഫീഖിന്റെ കാൽമിരുന്നിക്കണം. പോലത്തെ ഒരു ഉറപ്പില്ലൊരു തടിയാണ്. ഇപ്പൊ തടിയൊന്നും അയഞ്ഞു കിട്ടണം. ഇതേമാതിരി എപ്പോഴും ഇങ്ങനെ നടന്നിട്ട് ഓടിയിട്ടൊക്കെ ഇതായി കഴിഞ്ഞാ ശരിയാവും ഇൻഷാ അല്ലാ. എന്തായാലും ഗൈസ് ഞങ്ങള് നേരെ തറവാട്ട് പോണ്ടേ? അവിടെ എന്താ അവസ്ഥ അറിയില്ല. അങ്ങോട്ട് പോയി നോക്കിയിട്ട് മമ്മ തറവാട്ടില് വല്ല പാമ്പുകൾ എന്തേലൊക്കെ കേറിക്കൊണ്ടിരിക്കണം അവിടെ ചെന്ന് നോക്കണം. എന്നിട്ട് അവിടെ എന്താ അവസ്ഥ അറിയില്ല. പേരൊക്കെ ഉണ്ടാവോ? പേരുണ്ടാവൂലേ? പേരുണ്ട് വീട്ടിലേല്. അതന്നെ അതിന്റെ കാര്യല്ല പേര ആന്ന് കോസ്റ്റ്യൂമില് എന്താണ് നിൽക്കണ ഇവിടെ പേരേ ആ കൊല ആയറോണല്ലേ നമ്മളെ ഇന്ന് ഇറങ്ങിയത്. നല്ലൊരു മഴ ചെയ്താല് എപ്പഴാ വിളിക്കാട് അറിയില്ല. അറിയോ മമ്മ ഇവര് ഇപ്പൊ പോയാണ് വന്നില്ലേ? എന്നിട്ട് ആക്കണ ഷെഫീഖിന് കൊട്ടീന്ന് പാമ്പിനെ കിട്ടിയല്ലോ. പാമ്പിനെ കിട്ടി, അനുവിന് പാമ്പിനെ കിട്ടി. എന്താ പാമ്പിന്റെ കളിച്ചിട്ടൊക്കെ പോകുമ്പോഴേ പാമ്പുകൾ ഉള്ളിൽ കയറി കുത്തിരിക്കണം. അതാണ് ഗ്യാസും കുറ്റി മേലെയാണ് കൊടുത്തത്. അങ്ങോട്ട് ഇങ്ങനെ പാമ്പ് ചുമരുമ്പോ കൂടെ വരുന്ന സാധനമാണ് ഗ്യാസ് മുറ്റി കൂടെ ഇങ്ങനെ എങ്ങനെ കേറി വന്ന അവസാനം. എന്തായാലും ഗൈസ് നമുക്ക് നേരെ തറവാട്ടിക്ക് അവിടെ പോയേക്കാം. നിങ്ങൾ കണ്ടാ അതിനെ കൊണ്ടുവരാൻ പോകണം. ചെക്കന് പല്ലുവേദന ആയിട്ട് റൂട്ട് കനാൽ. അങ്ങനെ ഗൈസ് നമ്മളെ തറവാടിന്റെ വയ്യിന്റെ അവിടെ എത്തിട്ടോ. വീട് കിടക്കണില്ലേ? 12 അടി വയ്യൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ വണ്ടി കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലാബ് ഇടണം. ഈ വയ്യും കൂടി ഒന്ന് ലെവലാക്കണം. ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ വണ്ടി കയറും. മഴക്കാലം കയ്യിട്ട് വിചാരിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആകെ മണ്ണുണ്ടല്ലേ? ഇത് കണ്ടോ? ഈ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങും. അപ്പൊ പിന്നെ ഇരട്ടി പണിയാവും. ഇപ്പൊ തന്നെ നമ്മള് റോട്ടിൽ കൂടെ പോന്നപ്പോ എന്താ അവസ്ഥ? റോട്ടില് ഇതൊക്കെ പാടെ പോയത് തോരും. പിന്നെ അതൊരു പണിയായി. അതന്നെ ഇപ്പൊ നമ്മള് റോട്ടിൽ കൂടെ പോന്നപ്പോ എന്താ അവസ്ഥ? നടക്കാൻ വെച്ചാ വണ്ടി അറിയാ എങ്ങനെ നടക്കയില്ല. അതന്നെ പറഞ്ഞു ആകെ ചളി എന്തായി കിടക്കുക. കാരണം കുന്നുമ്പന്നൊക്കെ മണ്ണ് ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇരട്ടി പണിയാണ് അല്ലേ? ഇരട്ടി പണിയാണ്. നമ്മള് ഇന്നാള് മരുന്ന് അടിച്ചില്ലേ? അതായത് പുല്ലാളൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അടിച്ചിട്ട് നോക്കി ഇവിടെ കണ്ട ആകെ ഉണങ്ങിയ. നല്ല ഉണങ്ങിയില്ല അമ്മ? നല്ല ഉണങ്ങി. അന്നാ മരുന്ന് അടിച്ചത് ഞാനും ഉമ്മയും കൂടി അടിച്ച കാലത്തൊക്കെ മൊത്തം ഉണങ്ങി പോയിക്കണേ. ഇനി ഇല്ലത് അങ്ങനെ ഈ വലിയ ഇത് കണ്ടോ? ഇതൊക്കെ പിന്നെ കുറെ ഉണ്ടായി വരുന്നുണ്ട്. ബാക്കിയുള്ള താഴത്തോ അതെല്ലാം നല്ലോണം ഉണങ്ങിക്കും കേട്ടോ അല്ലേ അമ്മ? ഇനി കുറച്ച് കഴിയുമ്പോ ഇനി പൊന്ത കയറുമ്പോ നമുക്ക് പിന്നെ അടിച്ച പൊന്തൊക്കെ വലിയ പുത്തം പോരാവുന്നുണ്ട്.
മറ്റെന്താ ഇങ്ങനെ കാട് പിടിച്ച് പ്രശ്നമാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൃഗങ്ങളല്ല സോറി എന്താ ജന്തുക്കളും പാമ്പുകളൊക്കെ കേറും. അത് പിന്നെ അട്ടിമണിയാവും. എങ്ങനെ അതിനൊക്കെ നല്ല വെട്ടിട്ട് വെച്ചാണ് കൊറേ കാലത്തിന് ശേഷം ഈ കുന്ന് കയറണ മമ്മ കഴിഞ്ഞുണ്ടോ? മറ്റേത് എന്താ അറിയോ മറ്റേ ഡെയിലി ഞാൻ പഠിക്കുന്നു ആണോ? മറ്റേ ഡെയിലി കയറണോണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോ എത്ര 10 ദിവസം കഴിഞ്ഞു അതിന് ശേഷമാണ് കേറണേ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇതുണ്ട് 2-3 ദിവസം കയറാനില്ല 10 ദിവസം കയറാൻ അതിനാണ് 10 ദിവസം കയറാന്നു. അതിന് മുമ്പ് എങ്ങനെ മീൻ വാങ്ങാനല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മീൻ വണ്ടി എന്റെ ടൈല് ഇറങ്ങാതൊക്കെ ഇല്ല ഞാന് നടന്ന് കഴിഞ്ഞു. എന്താ മമ്മ എന്താ പറഞ്ഞേ? കയറ്റം കൂടിയാണ്. ഇത്രയും കാലില്ലാത്തൊരു കയറ്റം ഇപ്പൊന്ന് ഇല്ലേ മമ്മ? ആകെ കഴിഞ്ഞു. അതിനങ്ങനെ നടന്നിട്ടേ ഇതിനൊക്കെ ഭയങ്കര കയറ്റടാ. അത് തീരുമാനമായില്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ 10-15 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ തറവാട്ടിക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ നോക്കിങ്ങള് ഈ ഒരു കാണാനുള്ള ഭംഗിയും രസം ഉണ്ടല്ലോ നമ്മളിപ്പോ നിൽക്കണോടത്തൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രൈവസിയും കാര്യങ്ങളും നോക്കി ഇങ്ങനെ കൂക്കിയാൽ പോലും അപ്പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് കൂക്കാനുണ്ടാവില്ല. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയോ? അത് വേറെ സുഖം തന്നെയാണ് ഗൈസ്. ഇത് നോക്കി ലേടാ ഈ പുല്ലും ചെടികളൊക്കെ വളർന്നിട്ട് നല്ല രസമല്ലേ? അങ്ങോട്ട് നോക്കി ഇവിടെ ഗൈസ് ഇവിടെ കാടൊക്കെ വെട്ടിട്ടോ നമ്മള് പോകാൻ നിൽക്കാണ് തോന്നുന്നു. ഇവിടുന്ന് കാടൊക്കെ വെട്ടി മാറ്റാൻ ഉമ്മ എന്ത് ഈ മാന്താ നിക്കണത് കൂടെ. നമ്മളിവിടെ എത്തി ചാറ്റൽമഴ ചെയ്തു. ചാക്കോലെ മമ്മ ഇവിടെ ഉണ്ടോ? ഇവിടെ വെച്ചിട്ടാ പോയിന്. അന്ന് അവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെയാണ് ഹെൽമെറ്റ്. ഇത് കൊണ്ടുപോകാൻ വേണ്ടി മറക്കണേ കഴിച്ച് നമ്മൾ ഓരോ ആവശ്യത്തിന് വരുമ്പോൾ ഇവിടേക്ക് എന്താ അവസ്ഥ നോക്കി. നമ്മൾ ഇതൊന്നും കഴിച്ച് നോക്കാത്തോണ്ട് നോക്ക് ഇവിടേക്ക് ആകെ പുല്ലും കാടും വളർന്നു. മാറാല് കെട്ടിക്കണാവും അതെന്തായാലും കെട്ടും. ഇനിയിപ്പോ കഴിച്ച് എട്ടുകാലിയാക്കും മാറാലുകൾക്കും ഒക്കെ മറ്റേ ലോഡ്ജ് കിട്ടിയ മൈക്കേക്കാരം. ഇതിന്റെ ഉള്ളിൽ പോയി നോക്കണം വല്ല പാമ്പുണ്ടോ അറിയില്ലല്ലോ. ഹലോ പേരന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഉടമക്കാര് വന്നിക്കണേ ആളുണ്ടെങ്കിൽ പറ. വലിയ മാറ്റൊന്നുമില്ല കേട്ടോ. നമ്മള് ഉള്ളതും ഇല്ലാത്തതും സെയിം അവസ്ഥയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് ഇടിഞ്ഞോടാ ഇതിടിഞ്ഞു. ഓ എത്ര ഞാനിപ്പ അതെന്താ ഉള്ള മഴ ഫുള്ള് നമുക്ക് ഉള്ളല്ലേ ഷീറ്റ് പോലും ഇല്ലല്ലോ. പിന്നെ ഇതെന്നാ ഒന്നാമത് ഇങ്ങനെ ഇടിയാലേ കാരണം എന്താ അറിയോ? തൊരങ്ക മയക്ക് പെടുന്ന പൊളിച്ചിനടി നല്ല തയ്ക്കണ് പാമ്പുണ്ടാ നമുക്ക് ഉള്ളിൽ കയറല്ലേ? എന്നാ വരി മുമ്പ് കയറാം ഗൈസ്. നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളെ പേരന്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ എന്താ ബാത്റൂമിന്റെ അവസ്ഥ എന്താ? ഇതെന്താ പന്നിയാളെ പന്നി കയറിക്കണ് ഗൈസ്. മറിച്ചിട്ട് പോയിക്കണ്. ആൾ താമസം ഇല്ലാത്തോണ്ടേ പന്നിയാളിത് ഓലെ സങ്കേതാക്കി മാറ്റിക്കണ്. ബാത്റൂം നോക്കി നോക്ക്. ഹലോ അറിയുന്നുണ്ടോ? ആരെങ്കിലും വേഗം പുറത്തേക്ക് അടി. പോടാ ഇന്നെ തള്ളിരുന്ന് ഇവിടെ മാലാറാണ്. വീട്ടിലേക്ക് പോയല്ലടാ. നോക്കിയാ ഗൈസ് മാലാറ കെട്ടിക്കിടക്കാൻ നോക്കിയാ ഒരാഴ്ച കഴിച്ച് നമ്മളിവിടെ മാറുന്നപ്പോ കണ്ടില്ലേ ആകെ മാറല്ലേ ആകെ സീനായിക്കണ്. അപ്പുറത്തെ കക്കൂസ് എന്താ അവസ്ഥ? കക്കൂസ് നോർമലാണ്. ഇവിടുത്തെ ആർക്കും ഉപയോഗിക്കലുണ്ട് എനിക്കറിയില്ല. മോട്ടമാണെന്നുണ്ടെങ്കിലേ യൂറോപ്പിൽ ഇരുന്നിട്ട് പോകാത്തോ ഇങ്ങോട്ട് വരുന്നുണ്ടാവും മോട്ടം. ഗൈസ് നമ്മളൊരു വായ ഇവിടെ നട്ടീന്. എവിടെ അയിമ കൊലൊന്നുമില്ല അയിമ പായൊന്നുമില്ല അയിമ പൂവ് മാത്രമേ ഉള്ളൂ. ആണോ മമ്മ? ഓ അടച്ചിട്ടടാ. അങ്ങനെ ഞാൻ മമ്മാനെ കാണാല്ല അടച്ചിടാണ്. ഇതാണ് ഗൈസ് നമ്മളെ പേരന്റെ സൈഡ് ഭാഗത്തെ അവസ്ഥ. പന്നി വന്നാണ്ടേ മണ്ടി ചെന്ന് ഉള്ളിൽ കയറണ്ടാവും. അടച്ചിട്ടാല് ഒരടവുണ്ട് എഴുതിക്കോളും. കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? ഓല് പേര ഉറ്റിട്ടിക്കാണ്. അപ്പൊ ഓൾക്ക് നിക്കാൻ ഏതെങ്കിലും സ്ഥലം വേണ്ടേ? അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുന്നേക്ക് തരാം ഗൈസ്. ഇതാണ് നമ്മളെ പേരന്റെ മുറ്റത്തെ അവസ്ഥ അറിയുന്നത്. കണ്ടോക്കി മുറ്റൊക്കെ കാടൊന്നും കാര്യമില്ല. അടിച്ചോരത്തിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? താക്കോല അതിന്റെ മുകളിൽ. എന്റെ ഉള്ളൊക്കെ കാണാൻ ചളി പിടിച്ചോ ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് മൊബൈൽ അടിച്ചു. അങ്ങനെ നമ്മള് ഒരു 9 ദിവസത്തിന്റെ ശേഷത്തിന് ശേഷം നമ്മൾ ഈ വാതിൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഐശ്വര്യമായിട്ടാണ് തുറന്നോ? വെളിച്ചം കാട്ടി കൊടുക്കാം. വെളിച്ചം കാട്ടി കൊടുക്കാം. ബിസ്മില്ലാ.
കേറിക്കോട്ടോ. ഇടാനാണെങ്കിൽ ഏറ്റവും ഇല്ല. അല്ലാ ആകെ ഇഷ്ടം. ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ പോയപ്പോഴേ ഇതിന്റെ ഉള്ളിലത്തെ ഒരു ദൂരം നോക്കി ഒന്നുമില്ലല്ലോ, ഒരു മാറ്റമല്ല. ഇത് പഴയ പോലെ തന്നെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിനുള്ളിൽ സാധനങ്ങളുള്ള ആ ഒരു വ്യത്യാസം മാത്രം. അതല്ല, ഞാൻ ഇത് ആകെ മാറാല് വന്നാണെന്ന്. അതിനുള്ള ടൈമൊന്നും ആയിട്ടില്ല. മാറാനില്ല, സമയം ആയിട്ടില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഉള്ളിക്കൊന്നും പോകല്ലേ, എത്തിക്കൊന്നും പോകല്ലേ, എന്തെങ്കിലും ഉണ്ടാവും. സാധനങ്ങളൊക്കെ അതേ മാതിരി നോക്കട്ടെ, ഇങ്ങോട്ട് അടിച്ചടാ. അതിലൊക്കെ നോക്കിയാണ്, ചോട്ടിലൊക്കെ നോക്കി ആദ്യം. വെറുതെ അല്ല, ഒരു ചെരുപ്പ് അവിടെ ഉണ്ട്, ഒരു ചെരുപ്പ് ഇവിടെ ഉണ്ട്. ചെരുപ്പ് എടുത്താണ് അടിക്ക്. തട്ടണ്ടല്ലോ അവിടെ. അല്ല ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇതാർത്ത് ചെരുപ്പ് ഉമ്മമാരുടെ അല്ലേ ഇതിരണ്ടോ? ഇഞ്ച തന്നെയാണ്. അത് വേണ്ട, ഒഴിവാക്കിയ ചെരുപ്പ്. അത് പൊട്ടിയിരുന്നു. ഡ്രസ്സുകളൊക്കെ ഉണ്ടോ പഴയത് കുറച്ചുകൂടെ കിടക്കണേ? അല്ല, ഇതിന് ഷർട്ടോ പാന്റ് എന്തെയൊക്കെ ഉണ്ടോ വേണ്ടേ? പിന്നെ എടുക്കാൻ കടക്കണോ ചേച്ചി? എനിക്ക് ഒരു മാറ്റം തോന്നുന്നില്ല ഗൈസ്. സാധനം ഇല്ലാത്തതുകൊണ്ടേ, സാധനം ഇല്ലാത്തതിന്റെ വ്യത്യാസം നോക്കിയില്ല. ടോർച്ചിട്ട് പോന്നാ മതിയല്ലേ. കാണാനല്ലേ? അവിടെ ഇരിക്കാനല്ലേ മാമ ഇങ്ങോട്ട് വരും. ഞാൻ കാര്യം അറിഞ്ഞിട്ടില്ല. തുറക്കട്ടെ, അപ്പൊ വിളിച്ചുണ്ടാവും. പല്ലി മണ്ടി പോയി അതിന്റെ ഉള്ളിൽ. എന്താ അടിയൊക്കെ നോക്കി, ഇതിന്റെ റാക്കിന്റെ അടിക്കൊക്കെ നോക്കിയിട്ട് കയറി പോയി. അതിനോ താത്തി പിടിച്ചാണ്ട് അങ്ങോട്ട് വിളിച്ച കാണട്ടെ. ആ ചിമ്മിണിന്റെ അടുക്കൊക്കെ നോക്കടാ. ഇവിടെ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ആകെയുള്ളത് മഴ പെയ്തിട്ട് ഇതിലൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ലൈറ്റ് ഇല്ലാത്തോണ്ട് അങ്ങനത്തെ സീനാണുള്ളത്. ലൈറ്റ് ഇല്ലാത്തതൊന്നും കാണില്ല. എന്താ അവസ്ഥ? ഒരു വ്യത്യാസമില്ല. ഇല്ല, ചെറിയൊരു മാലാറ പിടിച്ചത് എവിടെ? ആ അവിടെ എപ്പോഴും പിടിച്ചു മാറാറ്. ആണോ? ആ അത് എളുപ്പമാണ് ആ ചോരുമണ്ണ് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ. പിന്നെ എനിക്ക് തോന്നിയൊരു ഡിഫറെന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളിവിടുന്ന് മാറുന്നപ്പോ ഒരു സ്മെല്ല് വന്നു. അതായത് അറിഞ്ഞെടുക്കണം, മണ്ണിന്റെ എന്തോ ഒരു സ്മെല്ല് വന്നു, ഒരു പൂപ്പല് മണക്കുക. അതിപ്പോ മെയിൻ ആയിട്ടുള്ള അതല്ല, നമ്മളിപ്പോ വന്നത് എന്തിനാണ് ഗൈസ്? ഇതാ ഈ കട്ടില് നമുക്ക് കയറ്റണം. അതായത് അനു മാത്രം അവിടെ നല്ല സുന്ദരമായിട്ട് നല്ല അടിപൊളിയിൽ കടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഗൈസ് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിന് ഇമ്മ നിൽക്കുന്ന റൂം ഭയങ്കര ചെറുതാണെന്നുള്ളത്. ഇമ്മാനെ അങ്ങനെ നിർത്താൻ പാടില്ല, ഉമ്മാനെ ഹാളിലല്ല അനുവിന്റെ റൂമിക്ക് മാറ്റണം എന്നാണ് എല്ലാവരും കമന്റ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതിനെ പറ്റി എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? എടാ, ഞാൻ പൂച്ച കുട്ടികളില്ലേ വെച്ചിട്ടാണ് ഞാൻ ഒറ്റക്ക് അതിന്റെ ഉള്ളിൽ പോയതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് സംഭവം എന്താന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല. ആദ്യം നമ്മൾ ആ റൂമിൽ നമ്മൾ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. ഇമ്മ ഇപ്പൊ നിൽക്കുന്ന റൂം നമ്മൾ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മാനും ഒരു റൂമിൽ ഇടാന്ന്. ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ വേണ്ടതല്ലേ ഗൈസ്. ഒറ്റയടിക്ക് ഉമ്മ പറഞ്ഞു പൂച്ചാള ഒഴിവാക്കാണെന്നുണ്ടെങ്കിൽ ഇന്റെ ഒപ്പം കടന്നോന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു പറ്റൂല, പൂച്ചാളെ പറ്റൂല, പൂച്ചാളെ വേണം പറഞ്ഞപ്പോ അവിടെ അങ്ങനെ റൂം ഉണ്ടായത് നമുക്ക്. ഞാൻ ആള് കടന്നാല് പൂച്ചന്റെ ഒപ്പം ഞാൻ കിടക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും ദിവസം നമ്മളൊപ്പം ആ പൂച്ച ഉണ്ടായിട്ട് നമ്മളിപ്പോ ഒരു വാടക നല്ല പെരി കൊണ്ട് വൈറ്റുകളെ കളയാന്ന് പറഞ്ഞപ്പോ എനിക്കത് സഹിച്ചൂല. വേണ്ട, ഞാൻ ഐറ്റുകളെ ആ കുടിസിൽ നിന്നോളാം. അപ്പൊ ഗുഡ്സിനെ വിളിച്ചണ്ടേ? ഗൈസ് ആദ്യം നമുക്ക് ഈ സാധനം അങ്ങോട്ട് താഴത്ത് കയറ്റി കൊണ്ടിട്ട് വേണം ഗുഡ്സിനെ വിളിക്കാൻ വേണ്ടിട്ട്. നമ്മൾ ഏറ്റിട്ട് ഗൈസ് മുറ്റത്തേക്ക് നമ്മൾ വെക്കട്ടെ. നമുക്ക് നോക്കിക്കോ മമ്മൂട്ടാണി മമ്മ അവിടെ മമ്മ വെറുതെ കാഴ്ചക്ക് മെല്ലെ ഇറക്കാൻ എനിക്ക് ഇവിടെ കാലി കിട്ടില്ല. നമ്മോട് ഇന്ന് ചെരുപ്പ് കേട്ടെ ഗൈസ്. നമ്മളെ ഗുഡ്സ് താഴെത്തിക്കും കേട്ടോ. ഒരു വണ്ടിക്കാരനാക്കണ ഇപ്പം അവിടെ വന്നിക്കണേ. ഇനി അങ്ങോട്ട് ഈ സാധനം ഇറക്കണം. അല്ല ഇറക്കത്തൂടെ എങ്ങനെ ഇറക്കുക? തലയിൽ വെച്ചോണ്ടാണോ? നമ്മൾ ഇന്നാൾ കൊണ്ടുപോയാൽ മതി. നിങ്ങളെ കൊണ്ടുപോയി അല്ല നടുക്ക് നോക്കി നടുക്ക് ഞാൻ താങ്ങാം. നടുക്ക് താങ്ങണ്ട. നടുക്ക് താങ്ങിയാ പിന്നെ ഉമ്മാനെയും കൊണ്ട് ഞങ്ങൾ താങ്ങി ഇറക്കണം, അറിയോ? അങ്ങനെ കൊള്ളോ ഇങ്ങനെ പറ്റുമോ? കിലോ ഇതുണ്ടാവും. ഈ സീറ്റ് കഴിഞ്ഞിട്ട് പോക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോണേ. തട്ടാ പോട്ടോ. മോളിൽ എടാ ലൈന് ചെറിയൊരു കേബിളിന്റെ വള്ളി ഇവിടെ നിന്നാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അയ്യോ വൗക്കുന്നുണ്ട് ഗൈസ്, നനഞ്ഞിക്കൊണ്ട് വൗക്കുന്നുണ്ട്. കീപ്പട്ട് നോക്കിട്ടാ, കീപ്പട്ട് കാണൂല. അല്ല കാണുന്നുണ്ട്, പക്ഷേ ചെരുപ്പ് വൗക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. മഴ ചെയ്തിട്ട് ഇതായി നിൽക്കുന്നുണ്ട്. പൊളിഞ്ഞാടാൻ മാന്തിനി നോക്കി കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് അടിയിലെത്താം. കുറവുണ്ടോ ചേച്ചി? പനിച്ചെടുക്കാണോ? അങ്ങോട്ട് വരാൻ നിന്നപ്പോ പനിച്ചെടുക്കാന്നോ? ആണോ? മാറിയോ? ആ ഒച്ചക്കൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലോ. കട്ടിലേ ചെറുതാണ്. ഇനി ചെറിയ ഒരു ബെഞ്ചുണ്ട്, അതുകൊണ്ടോണില്ല. ഗുഡ്സ് കേട്ടെ. ഞാൻ ഉന്തിയാണ് ഇതാക്കിയതില്ലേ.
ഇനി എന്താ കൊയിലോ എന്തായാലും ആ പൈപ്പ് ചെറിയ എന്തോ സാധനം ഉണ്ട് ഞാൻ എടുത്തോണ്ടേ ആ പൈപ്പ് എന്തൊക്കെയല്ലേ വണ്ടി എടുക്കല്ലേ നമ്മയും കൂടി കയറിക്കോളി. അങ്ങനെ ഗൈസ് നമ്മുടെ ആ ഒരു പണിയുണ്ട് കഴിഞ്ഞു. ഇനി അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിലൊന്നുമല്ല കേട്ടോ ഗൈസ്. അതിന് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊക്കെ പൊളിയും. പക്ഷെ എന്നാലും എന്താ അറിയോ, അത്രയും വലിയ റൂമിൽ എൻ്റെ ഒരു ചെറിയ കട്ടിലായപ്പോണ്ടല്ലോ ഒരു ചെറിയ ഒരു ഇതുപോലെ അല്ലേ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാക്ക് ഗൈസ് ഇതില്ല, കടക്കല്ല. ഇനിയിപ്പോൾ ഉമ്മാക്ക് ഒരു കടക്ക ഇനിയിപ്പോൾ വാങ്ങണമെന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഉമ്മമാൻ്റെ ഒരു കടക്ക കൊടുത്ത ആ പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു ഉമ്മാനോട്, അപ്പൊ അത് കട്ടിയില്ലാത്തോണ്ട് കട്ടില്ലാത്ത എന്നിട്ട് ഇതാകും വെയിലിട്ടാകുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് എടുത്തോ ചെയ്തു. അപ്പൊ തുണി ഇരിച്ചണ കട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റേ ഇതാണ് ചെറിയ ബെഡില്ലേ ചെറുത് ഹോസ്റ്റലൊക്കെ അത്. അത് കഴിച്ച് ഇനിയിപ്പോ അടുത്ത മയക്ക് മുമ്പ് നമുക്ക് പെരെത്താൻ നോക്കട്ടെ. ഇനിയിപ്പോ പെരയിലെത്തി അയാളൊക്കെ പറഞ്ഞേക്കാനുണ്ട്. എന്നാ പോവല്ലേ? നല്ല മുട്ട വെയില് നോക്കി ആകാശം നോക്കി. അത് ഓരോ ക്ലൈമറ്റ് ഓരോ ചേച്ചിനോടൊക്കെ പറയാൻ പോവാണ് കേസ്. കാരണം എന്താ അറിയോ, ഇപ്പോൾ എന്താ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അപ്പുറത്തെ ചേച്ചിമാരൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം എപ്പോഴും എന്താ അറിയോ, ഈ കൂടെ ഈ കുന്നുമ്മക്കൂടെ ഞങ്ങളെ വണ്ടി കയറ്റി പോലുള്ളൂ. അപ്പോൾ ഇവർ നട്ടപ്പാതിരക്കൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും സൗണ്ട് അതല്ല. അതായത് നമ്മൾ ഈ കുന്നിങ്ങനെ കയറി പോകുമ്പോൾ ഓലും ഉണ്ടാവും താഴെ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും പണി എടുത്തിക്കണേ. പണിയല്ല, ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഇങ്ങനെ മുറ്റത്തിരിക്കണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അപ്പോൾ ആ ഒരു കാട്ടിൽ ഇല്ലാതാകുമ്പോൾ തന്നെ ഒരു മിസ്സിങ് ആണ്. തന്നെയല്ലേ ഓർക്ക് എന്തെങ്കിലും ഒച്ച കേട്ടാലും നമ്മളാണെന്നില്ല കണക്കൂട്ടലുണ്ടാവുകയെ കേറുന്നല്ലേ. അപ്പൊ എപ്പോഴും നമ്മളെന്നില്ല ഇന്ത്യ ഓർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഓർക്ക് അത് തോന്നുന്നില്ല. അപ്പൊ ഓർക്ക് പേടിവായിട്ട് തോന്നുകയാണ്. കാരണം എന്താ അറിയോ, ആദ്യം ഓൽക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിനി. ഓലല്ല ഏറ്റവും തലക്കേന്ന് നമ്മളാണ്. കുന്നുമ്മ വേറൊരു ടീം ഉണ്ടായതുകൊണ്ട് ഓൽക്കൊരു സമാധാനമാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഓലാണ് ഏറ്റവും കുന്നുമ്മ. എന്നാ വാ നമുക്ക് നേരെ പോവല്ലേ. എന്നാ കഴിച്ച് നമ്മളെ അവിടുത്തെ പെരിക്ക് പോട്ടെ. അങ്ങനെ കേസ് നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് ഇതാക്കണം. അവിടുന്ന് കട്ടിലൊക്കെ കൊണ്ടുവന്നതാക്കണം. ഇവിടെ ഇറക്കി വെച്ച് വന്നിട്ട് കാക്ക പോയിട്ടോ. ഞങ്ങളിവിടെ വന്നപ്പത്തിന് ഞങ്ങൾ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നിട്ടുണ്ട്. ആളാരെന്ന് എല്ലാവർക്കും അറിയാം. അൽ മുന്നാറസൽ ഒളിച്ചിരിക്കുക. ഇതിന്റെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ഒളിച്ചിരിക്കുക. ഗൈസ് ഞങ്ങൾ വന്ന ടൈമിൽ ഒരു മയിലുണ്ടായിട്ടോ. അതായത് ആൺമയിലില്ല, നല്ല വിരിഞ്ഞിക്കണ സാധനം അത് ഇവിടെ ഉണ്ടായിന്. പക്ഷെ ഞങ്ങൾ വീടെടുക്കാൻ വന്നപ്പോ മണ്ടി പോയി എൻ്റെ അടുക്ക്. എടാ നമ്മള് വീടെടുക്കല്ലേ, അതിനകത്ത് കുഴപ്പം. അതിന് നമ്മള് വെട്ടി വെച്ച് തിന്നണമെന്നില്ലല്ലോ അല്ലേ. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഈ സാധനം കട്ടിലെടുത്താണ്ട് ഉള്ളിൽ വെക്കണം. കാരണം മുന്നേ അവിടെ ഉണ്ടായത് ഞങ്ങൾക്ക് അത്രക്കും നല്ല ഉപകാരമായിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുടുങ്ങിപ്പോയിന്. മുന്നേ അറിയണ ദൈവത്തിന്റെ പോലെയാണ് മുന്ന. പടച്ചോന്റെ മൈക്കാണ്, പടച്ചോന്റെ വലങ്കൈ എന്നൊക്കെ പറയില്ലേ. പടച്ചോന്റെ വലങ്കൈ ഇതെടുത്താണ് നമ്മളെ പരിപാടി. എന്താ അറിയോ, ഈ സാധനം എടുത്താണ് മോണ്ടന്റെ റൂമിൽ വെക്കണം. എന്നിട്ട് ഓന്റെ കട്ടിൽ എന്താ കാട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരുടെ റൂമിൽ വെക്കുക. കാരണം ആ പാപ്പ കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ഗസ്റ്റുകളെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഇരിക്കാനൊരു സ്പേസ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇത് കാരണം എന്താ അറിയോ, ഇഷ്ടം പോലെ മാലറി ആരും ഉണ്ടാവും. ഇട്ടമ്മ കണ്ടോ ഈ സാധനം ഉണ്ടാവും. കയ്യുമ്മ കുത്തണ്ട, മാറാലിയും പൊടി ആകെ സീനായി കിടക്കുകയാണ്. അപ്പൊ ഒന്ന് തുടച്ച് കഴുകി കളയാണ്. മഴ കുറഞ്ഞിട്ടെ നമ്മളിവിടെ തീവത്തിന് മഴ പോയി. ചെറിയ ചാറ്റിൽ മഴ ഉണ്ടായിനി, അതും പോയി ഇല്ല അമ്മ. ചെറുതല്ല നല്ലൊരു മഴ പെയ്തു രാവിലെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി നമ്മള് സ്വീപ്പായില്ലേ. അപ്പോഴും മൂഞ്ചി. ഇപ്പൊ പിന്നെ വന്നപ്പോ പിന്നെ കുഴപ്പമില്ല, വെയിലായി. അപ്പൊ മഴയാണ്, ഇപ്പൊ വെയിലാണ്. ഇപ്പൊ വെയിലാണ്, കുഴപ്പമില്ല. സുഖസുന്ദരം. മുന്നെന്തറിയോ, മുന്നേ കുറച്ചു നേരം വ്ളോഗിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുന്നേക്ക് കുഴപ്പമുണ്ടാവില്ല. അതായത് ഓക്കെയാണ്. ഫസ്റ്റ് ടൈം കൊണ്ട് വരുമ്പോ ഉണ്ടല്ലോ ഷൈയാണ് ആൾക്ക്, ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അതായത് എന്താ പറയാ നോക്കിയാ ആ ക്യാമറ തിരിച്ചുമ്പോ അപ്പൊ പോവേ. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചുമ്പോ അപ്പൊ പോവും. ക്യാമറ അവിടെ ഉണ്ടോ? അവിടെ വെല്ലുമുണ്ട്, അവിടെ വെല്ലുമുണ്ട്. എവിടെ ക്യാമറ അവിടെ വെല്ലുമ്മ. എന്താ പരിപാടി? ഞാൻ പുതിയ കട്ടിലൊക്കെ വരാൻ പോവാണ്. പക്ഷെ മമ്മാക്കല്ല, ഓൻക്കാ. ആയിക്കോട്ടെ, അതിനെന്താ. മമ്മാന്റെ റൂമിൽ പക്ഷെ വേറെ കട്ടിലും കൂടി വരും. സീനല്ലേ കട്ടില് ആ സീനായിക്കൊണ്ടാണ്. കട്ടില് ബെഡ് എല്ലാം ശരി. ഓസി കിട്ടിയാലേ അല്ലെ മലയെ മാട്ടി പൂച്ചക്കുട്ടികൾ പോകും അതിന്റെ ഉള്ളിൽ. ഓല ഞാൻ വന്നപ്പോ കടന്നോ ഓല കട്ടില് ഓല ബെഡ് ആണ്. പോല അറിയും. അപ്പൊ ഞാൻ കിടക്കാൻ നോക്കുമ്പോ ഇവനടാ ഞാൻ രാത്രി വന്നിക്കാണേ. ഞാൻ രാത്രി എന്താണ് ഇതൊക്കെ ഞാൻ പറയണേക്ക്, ഞാൻ രാത്രി വന്നിട്ട് ഇപ്പം ഇവിടെ കിടക്കല്ലേ. ഞാൻ നോക്കിയപ്പോ അപ്പുറത്തെ ജനല് പൂട്ടിട്ടിരിക്കാണ്. അപ്പൊ ഞാൻ ഇത് തുറന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ ഏന്തിച്ച് ഞാൻ പിന്നെ വിളിച്ചാണ് മോട്ട വിളിച്ചിട്ട്. ഇപ്പം ഇങ്ങനെ നീച്ചിട്ട് ഇന്നെ കണ്ടു. ഞാൻ പറഞ്ഞേ എടാ വാതിൽ ഉറക്കാണ്. ഒറ്റ കടന്നുറങ്ങിയടാ. ഓൻ കടന്നുറങ്ങി.
ഏകദേശം ഒരു 4 മണിറ്റ് വിളിച്ചൂടേനോ ഞാൻ 4 മണിക്കൊക്കെ ഞാനോ എടാ അർഷുവിന്റെ വലിയപ്പോ ഹോസ്പിറ്റലിലാണ്, ഞാൻ അവിടെയാണ്. അപ്പൊ എന്ത് ചെയ്തു, പോരൊക്കെ പൈസ ഉത്തരക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവനെ വിളിച്ചിട്ടേ അല്ല, എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് ഇപ്പൊ തുറന്നില്ലടാ. എന്നിട്ട് എത്ര നേരം ഞാൻ എന്നിട്ട് കോലിങ്കോളിലേക്ക് എടുത്താണ്ട് തോണ്ടി തോണ്ടി നീപ്പിച്ചിട്ട് പിന്നെ ഒന്നാണ്ട് തുറന്നാണ്ട് പോയി. ഇതില് എത്ര ഇടം വിളിച്ചറിയ ആരും കേൾക്കണില്ല. ഈ വാർപ്പേന്റെ പ്രത്യേകത അത് വിളിച്ചു അങ്ങനെ കേൾക്കൂല. ഞാനല്ലോ മുന്ന ഇവിടെ വാ, ഞാൻ ഉമ്മമാരോട് പറഞ്ഞേ ഉമ്മ അടുക്കളയ്ക്ക് ഒന്ന് പോയി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇതാ അനുവിന്റെ റൂമ് പോണേ, അത് മാറി പോവാണേ. അടുക്കളക്ക് 2-3 റൂമ് പോയിട്ട് അടുക്കളക്ക് പോയിട്ട് വയ്യ അറിയണില്ല. വയ്യ അറിയണില്ലേ? ആ 2 ദിവസമായിട്ട് വയ്യ അറിയില്ല. അങ്ങോട്ട് പോണേ ഞാൻ ഇതിന്റെ ഉള്ളിക്കല്ല അതിന്റെ ഉള്ളിക്ക് എപ്പോഴും തന്നെയാണ്. ഞാൻ അനുവിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്, കേക്കണ്ടേ? അങ്ങോട്ടൊന്നും കേൾക്കണില്ല. ഇമ്മമാനെ ഭൂലോക കോമഡി. ഇമ്മമ്മ പല്ലിയൊക്കെ ഇറങ്ങിക്കാരോ തൊട്ട് മുമ്പിലെ ബാത്റൂം, ആ ബാത്റൂം തെരഞ്ഞിട്ടേ ഉമ്മമാക്ക് ഞാൻ ഒരു കാര്യം വേണ്ടി, ഇമ്മമാക്ക് ഏറ്റവും സുഖമായിട്ട് പല്ലിയേക്കാനും ബാത്റൂമിനും വേണ്ടിയിട്ടാണ് നമ്മള് ഇമ്മമാരുടെ റൂമിൽ തന്നെ ബാത്റൂം കൊണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നീച്ചിട്ട് നേരെ ബാത്റൂം തപ്പല് മാറിയിട്ടില്ലേ? ഇതൊക്കെ സെറ്റായി വരുമ്പത്തിന് ആ പോണേലും പിന്നെ അങ്ങോട്ട് സെറ്റായി വരുമ്പോ നമ്മളോട് പോകുന്നു ചോദിച്ചു. ഏതായാലും സീന് പാപ്പാന്റെ വീഡിയോ ഇപ്പം കണ്ടിട്ട് എന്താ എനിക്ക് പറയാനുള്ളത്? ഭയങ്കര അത്ഭുതം. ഓല് എന്നോട് പറഞ്ഞു 35,000 പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓല 35,000 രൂപയ്ക്കൊക്കെ ചെറിയ മാറ്റൊക്കെ ഉണ്ടാവുള്ളൂ വിചാരിച്ചു. പിന്നെ ഇപ്പൊ വീഡിയോ അടിച്ച ഓടാണ് കടന്നത്. പാപ്പ മണ്ടെന്ന് പറഞ്ഞപ്പോട്ടെ ഉമ്മ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ആ പാപ്പ മണ്ടണത്. ആ അത് ഞാൻ കാണിച്ചു. ആ പാപ്പ മണ്ടണ വീഡിയോ കണ്ടപ്പോ അകന്തം വിട്ടു. കുട്ടി നടക്കട്ടെ പോയാലും റെഡി ആയല്ലോ. 5-6 കൊല്ലായി നടന്നാണ് ഇതാവണ്. ഷെഫീക്ക് ഇടങ്ങേറാ എനിക്ക് മെസ്സേജ് രാത്രി ഓൻ ഗൾഫില്ലെന്ന് എടാ അപ്പ വീണിക്കണെന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യാ, കാരണം ഒന്ന് എവിടെ വെച്ചിട്ടാ കൊണ്ടുപോകണോലൊക്കെ പറയും അത് കഴിക്കണം ഇത് കഴിക്കണം അവിടെ കൊണ്ടുപോകണം. എത്ര പൈസ കളഞ്ഞറിയോ. ഒഴിവാക്കി വിടണം. ഡോക്ടർമാരൊക്കെ കൈ കഴിഞ്ഞു ഇത് നോക്കിയിട്ട് കാര്യമില്ല. മുന്നേ ഇത്ര നിങ്ങളല്ലേ ഗുളിക 5-6 ഒരു ദിവസം കുടിച്ചിന്. ആ ഗുളിക കുടിച്ചാൻ പാടില്ല. പാർക്കിൻസൺസിന്റെ ഗുളിക പറഞ്ഞിട്ട് ആ ഗുളിക കുടിച്ചാൽ പാർക്കിൻസൺ അസുഖമല്ല, കുടിച്ച് അങ്ങനെ ആയതാണ്. ഒന്ന് ആലോചിക്ക. ഇല്ലാത്തൊരു അറിയില്ല പേരെന്താണോ. എന്തായാലും വന്നല്ലേ തുടക്കലൊക്കെ കഴിഞ്ഞില്ലേ, എന്നാ നീ ഏറ്റവും തുടങ്ങിക്കോളി. മുന്നേ പിടിച്ചോ, ക്യാമറ പിടിച്ചാലല്ല പറഞ്ഞേ, ഇത് പിടി. ഇത് ശരി, ഞാൻ വിചാരിച്ചേ മോണ്ടനാക്കിയായിരുന്നു. ഇത് എല്ലാം എന്റെ തലയിൽ കിട്ടില്ല. മുന്നേ വിളിച്ച മാതിരിക്കല്ല മുന്നേ വന്നത്. കറക്റ്റ് ടൈമില് എന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഞങ്ങൾക്ക് അറിയാം. അല്ല അമ്മാതിരി അല്ലേ ഇവന്റെ വണ്ടിന്റെ സ്ലോ റേസിങ് കുറച്ചിട്ടാണ്. അപ്പൊ നിർത്താൻ നേരത്തെ പോകുമ്പോൾ നല്ല റേസാക്കി ഇങ്ങനെ ഇതാക്കും. അതാണ് മനസ്സിലായോ. അപ്പൊ എന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഞാൻ കറക്റ്റ് അറിയാം. മെല്ലെ മിന്നാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ലല്ലേ. എടാ ആദ്യം എന്റെ കട്ടില് പുറത്തേക്ക് വെച്ചിട്ട് തുള്ളി കയറ്റണതോ? എന്നാ ഈ ഇതാക്കിക്കോ. 2 കട്ടില്ലേ, ഒരു കാലം തുമ്മി മറ്റേ കാലം തുമ്മി. ഇത് കണ്ടങ്ങള് ഈ റൂമിന് പറ്റിയ കട്ടിലല്ലോ അല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ റൂം സെറ്റാണ്, പക്ഷെ നല്ലൊരു കട്ടില് വന്നാൽ മതി. പക്ഷെ കട്ടിലില്ല. 6 മാസത്തിന് കട്ടില്. ഈ റൂമോ ഇങ്ങനെ ഒരു റൂമുണ്ട്. ടൈമോ രാവിലെ 2 മണിയായിട്ടുള്ളൂ. 2 മണിയോ 4 മണിയോ? ഇത് തെറ്റാണ് എന്റെ ക്ലോക്ക്. വാടക പേരിലാണ് AC കൂടി വെച്ചാണ്ടല്ലോ. AC എന്നാ പോര്, മെല്ലെ ഇങ്ങനെ ഇറങ്ങിക്കോ. ഇതെല്ലാം വെയിറ്റ് ഉണ്ടല്ലേ, ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആണ്. ഉമ്മ പാവം എല്ലാം വിശ്വാസം ചെയ്യും.
ഇതെങ്ങനെ ഇങ്ങോട്ട് അല്ല അതോ അവിടെ കിടന്നോട്ടെ അങ്ങനെ കിടന്നോട്ടല്ലേ നേരെ വില ഇങ്ങനെ അടിച്ചിട്ട് ഇതിനെ എടുത്ത് കൊണ്ടുപോയിക്കോണ്ടേ ഇത് ഏത് വണ്ടി ഒന്ന് നിർത്തിയാലും അതിന്റെ അടി പോകും ഉറപ്പാണത് ഏതേലും നേരെ മുമ്പ് തന്നെ റോഡായിക്കൊണ്ട് അനങ്ങിയ റോഡിലാണ് അതൊക്കെ എന്നാ ഞാൻ എന്റെ റൂമിൽ അത് വെക്ക് ഇത് കണ്ടിട്ടില്ലേ ജി ഇവിടെ കണ്ടോ ഫ്രീ റൂമാണ് ഫ്രീ എക്സ്ട്രാ റൂം സാറ്റ് കളിച്ചവർക്കൊക്കെ സുഖാണ് പിന്നെ ഒരിച്ചം കളിച്ചണ്ടേ സാറ്റ് വാ ആ ധാരാളം നടന്നു തൂറില്ല എല്ലാരും ആ അതന്നെ കുറച്ച് ഓനക്ക് ഉറങ്ങുമ്പോ കുറച്ച് ഒച്ചയും വിളിയൊക്കെ വേണമെന്ന് ഞാനാ നൈസായിട്ട് നല്ല ഇങ്ങനെ തിരിച്ചോ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ റൂമിക്ക് കട്ടിൽ വെച്ചിരിക്കുകയാണ്. കട്ടിൽ വെച്ചാൽ മാത്രം പോരെ ഗൈസ്, നമുക്ക് ഈ കട്ടിലിന് പറ്റിയ ബെഡില്ല. ബെഡില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്താണ് ഇത് ഗൈസ്. നമുക്ക് കുടുംബശ്രീന്ന് നമുക്ക് ഉമ്മാക്കും ഉമ്മാക്കും കുറച്ച് സാധനങ്ങൾ കിട്ടിയാണ്. ആ രണ്ടും സെയിം തന്നെയല്ലേ? തൊഴിലുറപ്പ് പണിക്ക് പോയപ്പോ ആ കൊറോണ ടൈം അല്ലേ ഇത് കിട്ടിയത്? ആ ഗൈസ് ഈ ഒരു സാധനങ്ങളൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇവിടെ ബെഡ് ഇല്ലാത്തോണ്ടേ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാനാണ്. എന്നിട്ട് അതിനോട് ഉപകാരമായില്ലേ? ആ ഇത് ഫില്ല് ചെയ്യണ്ടേ? ഇത് എന്താ സാധനം അറിയില്ല, ചവിട്ടിയോ എന്തോ സാധനമാണ്. അല്ല ഇനി ഉണ്ടല്ലോ, കഴിഞ്ഞോ? അതാ എനിക്ക് തല എപ്പോഴും മുകളിൽ വെക്കണേ. ആ പിന്നെ കഴിച്ച് നമ്മളെ കട്ടിൽ ഇട്ട രീതി ഉണ്ടല്ലേ നിങ്ങള്, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടൂല, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടൂല. നമ്മൾ കറക്റ്റ് ജനലിനോട് ചാരി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ട റേഞ്ച് കിട്ടും. ആ അതൊക്കെ അല്ല ഇനി വിരിയിട് അല്ല പിന്നെ അതിനെന്താ ഇതിട്ടാണീമ ആ വിരിയുള്ള വിരിയൊക്കെ മതി. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കഴിച്ച് നമ്മളെ വലിയ കട്ടിലായി, വലിയ കട്ടിലായി. അവിടെ എന്താ ഒരു പൊന്ത തണുക്കണി തണുക്കണി വെച്ചിട്ട് സെറ്റായില്ലേ സംഭവം വെച്ചപ്പോ? ഫില്ലായി വരുന്നുണ്ട്. വാടാ ഐഡിയക്കാരാ. ഒരു മിനിറ്റ് കട്ടില് കുറച്ചൊന്നും ഇങ്ങോട്ട് നിൽക്കുക, എനിക്ക് റേഞ്ചിനല്ല പിന്നെ റേഞ്ച് ആക്കാൻ അവിടെ നിന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഐഡിയക്കാരി. ആ ഇനി ഇങ്ങോട്ട് അമർത്തിട്ട് ഇങ്ങോട്ട് തന്നെ. ഏതാ ബെഡില്ലേ യമ പോലില്ല ഇങ്ങനെ ഇമാതിരി സ്പെഷ്യൽ എഡിക്ഷൻ, സ്പെഷ്യൽ എഡിക്ഷൻ ആണല്ലേ. ഏതാ അഞ്ഞൊന്ന് ഇന്റെ വരിക്ക് അതിന്റെ റൂമിക്ക് ഇമ്മ ഇതെടുത്താണ്. ഇതെന്ത് ഇതിന്റെ ഉള്ളില്? ഇത് അതിന്റെ ഉള്ളിൽ അനക്ക് ഒലക്കാണ്. ഇത് എന്റെ റൂമത്തെ സാധനമാണ്. അങ്ങനെ ഗൈസ് കുറച്ചധികം നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ കടക്കയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിക്കണ്. അത് എല്ലാവരും കണ്ടില്ലേ, നല്ല സെറ്റാക്കി വെച്ചിക്കണ്. ഇന്റെ തണുക്കണി എന്റെ റൂമിൽ തന്നെ കൊണ്ടുപോയി അല്ലേ മമ്മ? മമ്മക്ക് ഇപ്പൊ രണ്ടാമതൊരു കട്ടിലും കൂടിയും കിട്ടി. എന്താ ഇതിനെ കുറിച്ച് പറയാല്ലേ? എടാ ഇത് നമ്മൾ അന്ന് പോയപ്പോഴേ
കൊയിഞ്ഞടി കസാരയാണിത്. ഇത് പൊട്ടുണ്ട് കണ്ടോ, ഇവിടെ പൊട്ടുണ്ട്. ഞാനയിമ കുത്തിരുന്ന് കൊയിഞ്ഞടി ചിരിച്ചോ, കുത്തിരുന്ന് ചിരിച്ചോ. ഒരാൾ പോകുമ്പോ കുത്തിരുന്ന് ഇങ്ങനെ കിണിച്ചണം കേട്ടോ. വീണാ തിരിച്ചാത്തവരാരുമില്ല. മതി. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. ഇല്ല മമ്മ ഒരു ആരോട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അമ്മ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എന്നാ മുന്നേജും